ഹലോ ഗൈസ്, ശ്രീ ഹിയർ. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഇയർഫോൺസിനും IEMസിനും ഒക്കെ വേണ്ടി ഇഷ്ടം പോലെ കണ്ടമാനം കാശ് കൊടുക്കുന്ന ചാനലാണ്. അതേപോലെ തന്നെ ഓൾമോസ്റ്റ് ഒരു 2000-3000 റേഞ്ചിനകത്ത് പറ്റുന്ന എല്ലാ IEMസും ട്രൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാൻ പോവാ, ഐ ട്രൂലി ഫൗണ്ട് സംതിങ് യുണീക്ക് എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ച സംഭവം എന്ന് വെച്ചാൽ, ദിസ് ഇസ് ദ സിങ് KB ഇയറിൻ്റെ KB02 അല്ല KB02 എന്നൊക്കെ പറയുന്നൊരു സാധനമാണ്. ആൻഡ് വാട്ട് ഈസ് ട്രൂലി യുണീക്ക് അബൌട്ട് ദിസ് എന്ന് പറയുമ്പോൾ, ഇതിനകത്തൊരു ബോൺ കണ്ടക്ഷൻ ഡ്രൈവർ ഉണ്ട്. അത് മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ബേസും സബ് ബേസും എലിവേറ്റ് ചെയ്യാം. സാധനം ഞാൻ കാണിച്ചു തരാം. കുറച്ച് നാളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഡാക്കൊക്കെ ആയിട്ട്. ഇൻ ജനറൽ എങ്ങനെയുണ്ട് സാധനം എന്ന് ചോദിച്ചാൽ, ബേസ് മോനെ ഒരു രക്ഷയില്ല. നമ്മുടെ ഡാഡി ഇഷ്യൂസ് പാട്ടൊക്കെ ഇട്ട് ആ ഒരു ബീറ്റ് ഡ്രോപ്പ് ഉള്ള ആ ഒരു ബേസ് ഡ്രോപ്പ് വരുമ്പോഴത്തേക്ക് ലിറ്ററലി നമ്മൾ ഇരുന്ന് കുലുക്കുന്ന രീതിയിലുള്ള ബേസാണ്. റിയലി ലവ് ഇറ്റ്. ഇതിനെക്കുറിച്ച് റിവ്യൂ പറയാൻ വേണ്ടിയൊന്നും ഒരുപാട് എനിക്ക് പറയാനില്ല. എന്നാലും ഞാൻ പറയുന്നത്, ഇതിൻ്റെ ഒരു ബെരിലിയം ഡ്രൈവറാണ് വരുന്നത്. ബെരിലിയം ഡ്രൈവറും ഒരു ബോൺ കണ്ടക്ഷൻ സാധനത്തിൻ്റെ കൊളാബറേഷൻ രണ്ടും കൂടെ വരുന്നത്. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഈ ബെരിലിയം ഡ്രൈവേഴ്സിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ പ്രോബബ്ലി കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല, കുഴപ്പമില്ലാത്തതുകൊണ്ട് ഹൈ എൻഡ് ഫ്രീക്വൻസീസ് ഇല്ലേ, അതിന് നല്ലോണം ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ട്രബിൾന്നോ ബെസ്റ്റ് ഹൈ എൻഡ് ഫ്രീക്വൻസീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇയർഫോണാണോ ഇതെന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. പക്ഷെ കുഴപ്പമില്ലാതെ ത്രൂ ഔട്ട് നമ്മുടെ ഇയറിംഗ് ബാൻഡ് ഉണ്ടല്ലോ, ഫ്രീക്വൻസി ബാൻഡിനകത്ത് അത്യാവശ്യം നല്ല സെൻസിറ്റിവിറ്റി ഒക്കെ ഉള്ള നല്ലൊരു സെപ്പറേഷനും ബാലൻസും ഒക്കെ കൊടുക്കുന്ന ഒരു ഇയർഫോണാണ്. പക്ഷേ ഇതിനൊന്നുമല്ല ഞാൻ നിങ്ങളുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ലോവർ ഫ്രീക്വൻസീസ് എന്ന് പറഞ്ഞാൽ ബേസ് ഫ്രീക്വൻസീസ്, എസ്പെഷ്യലി ആ ഒരു സബ് ബേസിലോട്ട് വരുമ്പോൾ ഒരു റംബ്ലിങ് ഫീൽ ഉണ്ട്. നമ്മൾ ഒരു വണ്ടിയുടെയൊക്കെ എക്സോസ്റ്റിൻ്റെ അടുത്തേക്ക് പൊട്ടുമ്പോൾ ഗും എന്ന് പറഞ്ഞ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു റംബ്ലിങ് സബ് ബേസ് ഞാൻ അണ്ടർ $40 ഇതിൻ്റെ പ്രൈസ്. വേറെ ഒരു IEMസിന് ഫീൽ ചെയ്തിട്ടില്ല. ആൻഡ് ടു ദ പോയിന്റ് അത് ഭയങ്കര ക്രിസ്പ് ക്ലിയർ ആയിട്ടുണ്ട്. സോ സബ് ബേസിന് തന്നെ മാത്രമാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് വേറൊരു കാര്യം പറഞ്ഞാൽ, എൻ്റെ ടെക്നിക്കൽ കാര്യങ്ങൾ പറഞ്ഞാൽ ഇതിൻ്റെ ഇംപീഡൻസ് 40 ohms ആണ്. അതുകൊണ്ട് പ്രോബബ്ലി ഞാനൊരു ഡാക്ക് ഉള്ളവർക്ക് ഇത് റെക്കമെൻഡ് ചെയ്യും. ഡാക്ക് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ട്രൂലി കിടിലൻ എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ. ഇനി ഹൗ വാസ് ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കേബിളാണ്. ദേ ഹാവ് ഗിവൺ എ ബ്രേഡഡ് കേബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ത്രൂ ഔട്ട് യൂസേജിനും കാര്യങ്ങൾക്കും ഒന്നും പ്രശ്നമില്ല. സോ കൺസ്ട്രക്ഷനെ കുറിച്ച് പറയുമ്പോൾ, ഇതിനകത്തൊരു റെസിൻ കൺസ്ട്രക്ഷനാണ് ഉപയോഗിച്ചേക്കുന്നത്. അതുകൊണ്ട് ഒരു കസ്റ്റം പാറ്റൻറ്റ് ഡിസൈനാണ്. സോ റിയലി ഗുഡ്, കാണാനൊക്കെ അടിപൊളിയാട്ടോ. ആൻഡ് കംഫർട്ടിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ ഒരുപാട് ഇയർ ടിപ്സും ഇയർ ഹുക്സും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഫിറ്റ്സ് സ്നഗ്ഗായിട്ട് അവിടെ ഇരുന്നോളും, ഒരു പ്രശ്നമില്ല. ആൻഡ് വെയിറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, താങ്സു വാർണർ റേഞ്ചൊക്കെയാണ് വെയിറ്റ്, വിച്ച് ഇസ് വെരി ലൈറ്റ് വെയിറ്റ്. ഇവിടെ ഇരിക്കും. പിന്നെ ചിൻ സ്ട്രാപ്പോ നിങ്ങൾക്ക് കഴുത്തിൻ്റെ ബാക്കിൽ കൂടെ ഉണ്ടെങ്കിൽ ഇവിടെ ടൈറ്റ് ചെയ്യുള്ള സാധനമുണ്ട്. സോ നിങ്ങൾക്ക് ഓടാനും വർക്കൗട്ടും ഒക്കെ ചെയ്യുമ്പോൾ ഇടാൻ പറ്റും, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. വേറൊരു കാര്യം എനിക്ക് എടുത്ത് പറയാനുള്ള ഗൈസ്, ഞാൻ ഒരു ഇയർഫോൺ റിവ്യൂ ഉപയോഗിക്കുന്നതിന് മുന്നേ അഫ്കോഴ്സ് എൻ്റെ കൂട്ടുകാരന്മാരുണ്ട്, ഒരുപാട് IEMs ഉണ്ടായിട്ട് തന്നെ അമ്മരെല്ലാം ഒന്ന് ട്രൈ ചെയ്തു, ഒരുപാട് എടുത്തുകൊണ്ട് പോകും. അതിനകത്ത് 2 പേര് സ്പെസിഫിക്കലി എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമുണ്ട്. ബോൺ കണ്ടക്ഷൻ ടെക്നോളജി ആയതുകൊണ്ട് ഒരുപാട് സൗണ്ട് കൂട്ടിയിടാതെ എന്നാൽ അത്യാവശ്യം സൗണ്ടിൽ നിങ്ങൾക്ക് സബ് ബേസും ഒക്കെ നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ഇയർഫോണാണ് ഇത്. ഓൾ ഇൻ ഓൾ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ള, KB02 എന്ന് പറയുന്ന ഇയർഫോൺ ദി ബെസ്റ്റ് സബ് ബേസ് അല്ലെ ബേസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇയർഫോണാണ് അണ്ടർ $50. പക്ഷേ അത് മാത്രമല്ല, അതിന് ത്രൂ ഔട്ട് ദ എന്താ പറയുക ഫ്രീക്വൻസി ബാൻഡിന് അത്യാവശ്യം നല്ല ബാലൻസ്ഡ് സൗണ്ട് സ്റ്റേജും ഉണ്ട്. നിങ്ങൾക്ക് വോക്കൽസ് ആണല്ലോ അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പം ഇൻസ്ട്രുമെൻറ്റ് സെപ്പറേഷൻ ആണല്ലോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ടു ദ പോയിന്റ് നല്ലതാണ്. ഇവർ ചെയ്തതെന്ന് വെച്ചാൽ ബെരിലിയം ഡ്രൈവർ 10mm ഡ്രൈവർ കൊടുത്തുള്ള ബെരിലിയം ഡ്രൈവറുള്ളൊരു IEM എടുത്ത് അതിൻ്റെ കൂടെ സപ്ലിമെൻറ്റ് ചെയ്തൊരു ബോൺ കണ്ടക്ഷൻ ടെക്നോളജി ഒക്കെ കൊടുത്തുകൊണ്ട് അത്യാവശ്യം നല്ലൊരു IEM ആയിരുന്നു സാധനത്തിനകത്ത്. ഇച്ചിരൂടെ ബേസും സബ് ബേസും എലിവേറ്റ് ചെയ്തൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സോ ഇൻ ജനറൽ ഞാനിത് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് ട്രൂലി എ ഗുഡ് തിങ്. പക്ഷേ നിങ്ങൾക്കൊരു എന്താ പറയുക, ഡാക്ക് അല്ലെങ്കിൽ അഡാപ്റ്ററോ ഇത്, പക്ഷേ ഡാക്ക് തന്നെ ഉപയോഗിക്കുക. ഡാക്ക് ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും. ആൻഡ് ആർക്കൊക്കെ ഇത് റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾക്കിപ്പം 3 ഡ്രോപ്പ് 2 ഒക്കെ എടുക്കാൻ നിൽക്കുക, പക്ഷേ ഇച്ചിരൂടെ ഫൺ ആയിട്ടുള്ള സൗണ്ട് സ്റ്റേജ് വേണം, നിങ്ങൾക്ക് ഇച്ചിരൂടെ ബേസി ആയിട്ടുള്ള സൗണ്ട് സ്റ്റേജ് വേണം, ഇച്ചിരൂടെ ഇമേഴ്സീവ് എൻഗേജ്മെൻ്റ് ആയിട്ടുള്ള ഒരു സാധനം വേണം, ആ ഒരു റംബ്ലിങ് സെൻസേഷനൊക്കെ അടിക്കണമെങ്കിൽ 3 ഡ്രോപ്പ് 2 ഉപരി ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് ഇച്ചിരൂടെ ബാലൻസ്ഡ് സൗണ്ട് സ്റ്റേജ് ഒക്കെയാണ് നോക്കുന്നതെങ്കിൽ മൈ റെക്കമെൻഡേഷൻ വുഡ് ബി താങ്സു വാർണർ അല്ലെങ്കിൽ CCSൻ്റെ DC02. 3 ഡ്രോപ്പ് 2 എടുക്കണ്ടെന്ന് ഞാൻ പറയൂ. കാരണം 2 അത്യാവശ്യം ഇച്ചിരി ഒരു ഫൺ സൗണ്ട് സ്റ്റേജ്, ഇച്ചിരി ഒരു ബേസ് ഓറിയൻറ്റഡ് ആണ്. അങ്ങനെ നോക്കുന്നവരാണെങ്കിൽ എനിക്ക് പറയാം, സ്കിപ്പ് 2 ബൈ ദിസ് വൺ.
അത്യാവശ്യം സൂപ്പറാണ്, വേറെ ഒരു രീതിയിലില്ല. പക്ഷേ നിങ്ങൾക്ക് എന്താ പറയുക, കിടിലമായിട്ടുള്ള സാധനങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. അതെ, എല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. KBR2 KC കാസ്റ്റർ നിങ്ങൾ ഈ പ്രൈസ് റേഞ്ചിൽ ഗെയിമിങ്ങിനല്ലാത്തവരുടെ അടുത്ത് ഞാൻ ഒട്ടും റെക്കമെൻഡ് ചെയ്തില്ല. ഗെയിമിങ്ങിനാണെങ്കിൽ മാത്രം ഇത് എടുത്താൽ മതി. ആൻഡ് മൂൺറോ ട്യൂബ് 2 ഇത് രണ്ടും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നതല്ല ഈ ചാനലിൽ. ഇത് വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇത് കീപ് ഹൈഫൈ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കൂടെ എല്ലാത്തിനും ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാണ്. ഇതൊന്നും ഇന്ത്യയിൽ അവൈലബിൾ അല്ല വൈഡ്ലി. സോ കീപ് ഹൈഫൈ ട്രസ്റ്റഡ് ആണ്. അവർ ചെറിയ ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട്, എന്നാലും ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാണ്. സോ നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ അവിടെ പോയി മേടിക്കാം, ഒരു സീനും ഇല്ല. ഇനി പക്ഷേ ഇതിനുപരി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സാധനങ്ങൾ കണ്ടോ, എന്തോരം പെട്ടികളും സാധനങ്ങളൊക്കെയാണ് ഒന്ന്. സോ ഗൈസ്, അണ്ടർ $50 ഇപ്പം എൻ്റെ IEM റെക്കമെൻഡേഷൻ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ അത്യാവശ്യം ബേസ് ഹെവി ബാസ് ഓവർ ഹെഡ് ആണെന്നൊക്കെ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, നിങ്ങൾ ബാസ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബേസ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഗോ ഫോർ KB02. ഇത് ലിറ്ററലി ഫോർ ബേസ് ഹെഡ്സിന് ഉണ്ടാക്കിയ സാധനമാണ്. ഒന്നുകൂടെ എനിക്ക് പഞ്ച് ചെയ്ത് പറയേണ്ട സെൻറ്റൻസ് എന്ന് വെച്ചാൽ, ഒരുപാട് സൗണ്ട് കൂട്ടാതെ നിങ്ങളുടെ ചെവി ഡാമേജ് ചെയ്യാതെ നിങ്ങൾക്ക് സബ് ബേസും ബേസും ഫീൽ ചെയ്യാൻ പറ്റും. എന്നാൽ ഇത് ത്രൂ ഔട്ട് ദ ഫ്രീക്വൻസി ബാൻഡിൽ എവിടെയും ലാക്ക് ചെയ്യുന്നില്ല, കുഴപ്പമില്ലാത്ത രീതിയിൽ ബാലൻസ്ഡ് ആണ്. പക്ഷെ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ബാലൻസ്ഡ് അല്ലെ ട്രെബിൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് വോക്കൽസും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഞാൻ പറയാൻ പോവാ താങ്സു വാർണർ ആണ് എൻ്റെ റെക്കമെൻഡേഷൻ. നിങ്ങൾക്ക് ഇതിനകത്ത് വോക്കൽസ്, എസ്പെഷ്യലി ഫീമെയിൽ വോക്കൽസും ഹൈ ഇൻ ദ ട്രബിൾ റേഞ്ചിലൊക്കെ കേൾക്കാൻ സൂപ്പറാണ്. ആൻഡ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ബാലൻസ്ഡ് ആയിട്ട് വേറൊരു ഇയർഫോൺ വേണമെങ്കിൽ, കംഫർട്ടബിൾ ആയിട്ടുള്ള ഇയർഫിൻസ് ഒക്കെ ഉള്ള സാധനം വേണമെങ്കിൽ ഉറപ്പായിട്ടും CCSൻ്റെ DC02 ചെക്കൗട്ട് ചെയ്യാം. പക്ഷേ എൻ്റെ ഡെയിലി ഡ്രൈവർ ഇപ്പോൾ ഇതൊന്നുമല്ല, ഞാൻ കാണിച്ചു തരാം. ഇവനാണ് മക്കളെ എൻ്റെ ഡെയിലി ഡ്രൈവർ. ദിസ് ഇസ് KCയുടെ ZA12 എന്ന് പറയുന്നൊരു IEM ആണ്. ഞാൻ ഈ KC കാസ്റ്റർ ഉപയോഗിച്ചതിന് ശേഷം KCൻ്റെ അടുത്ത് ചെറിയൊരു പുച്ഛമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇത്രയും ഓൺലൈൻ ഹൈപ്പൊക്കെ എനിക്ക് പകുതി മനസ്സിലായി, എല്ലാവരും മാർക്കറ്റിംഗ് തേങ്ങയാണ്, അല്ലാതെ ശരിക്കും ഭയങ്കരമായിട്ടൊന്നും ഇല്ല. പക്ഷേ ഇത് ഉപയോഗിച്ചപ്പോൾ ഇത് മാറി. ഇതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ബേസ് ഹെഡ്സിനുള്ളതല്ല, ട്രബിൾ ഹെഡ്സിനുള്ളതല്ല, മിഡ് ഹെവി ആയിട്ടുള്ള ഇൻസ്ട്രുമെൻസിനുള്ളതല്ല. ദിസ് ഈസ് ഫോർ ക്ലീൻ ഓഡിയോ. ഇത് മറ്റേ സ്റ്റേജ് പെർഫോമൻസിനും കാര്യങ്ങൾക്കും ഉപയോഗിക്കേണ്ട. ഇത് ഇച്ചിരി ഓൺ ദ എക്സ്പെൻസീവ് സൈഡാണ്. ഇത് ഇൻബോക്സ് ആയിട്ട് തന്നെ വരുന്ന മറ്റേ സിലിക്കൺ ടിപ്സ് അല്ല, എൻ്റെ സ്പോഞ്ച് പോലത്തെ സാധനം. അതുകൊണ്ട് ഐസൊലേഷനും ബാക്ക്ഗ്രൗണ്ട് സെപ്പറേഷനും ഒക്കെ സൂപ്പർ. ഇതിനെക്കുറിച്ച് വേണമെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. ദിസ് ഇസ് പക്ക സാധാരണ ഒരു ആവറേജ് ഓഡിയൻസ്. ഇപ്പോൾ എൻ്റെ ചേട്ടനും എൻ്റെ ഫ്രണ്ട്സിനും പകുതിയാണതിന് ഇത് ഇഷ്ടപ്പെട്ടില്ല. കാരണം അവർ പറഞ്ഞത് ദിസ് ഇസ് ടു പ്ലെയിൻ ഫോർ ദം. 95% ഓഡിയൻസ് ഈ വീഡിയോ കാണുന്നവർക്ക് ഇച്ചിരി ഫണ്ണായിട്ടുള്ള സൗണ്ട് സ്റ്റേജാണ് വേണ്ട, അവർക്കുള്ളതല്ല. ദിസ് ഇസ് ടു പ്ലെയിൻ, ദിസ് ഇസ് ടു പ്രൊഫഷണൽ എന്ന് പറയും. ഇത് കറക്റ്റ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോഴും സൗണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യുമ്പോഴും എനിക്ക് മനസ്സിലാവുന്നത് എന്തോരം കിടിലുമാണെന്ന്. ആൻഡ് അഗൈൻ ഗൈസ്, ബോയ്സ് ആൻഡ് ഗേൾസ്, ബേസ് ഹെവി ഹെഡ്സിന് ഹൈലി റെക്കമെൻഡ് ദിസ് KBR/KB02. keephifi.com പോയി മേടിക്കുക, താഴെ ലിങ്ക് ഇട്ടേക്കാം. ആൻഡ് നിങ്ങളിപ്പോൾ പ്രൊഫഷണലി മിക്സിങ്ങിനെ ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല, എന്നാലും പ്രൊഫഷണലി സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ KCയുടെ ZA12 നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം. ദീസ് ആർ മൈ top 2 picks. Guys, it's Sri here. Talk to you guys later. Love you.